മരിക്കാൻ പോകുന്ന ആരെങ്കിലും അങ്ങനെ മറ്റുള്ളവരെ പറ്റി ആലോചിക്കുക ആയിഷോ? അത് ശരിയാണ്, പക്ഷേ ആലോചിക്കുന്നവരാണെങ്കിൽ ആലോചിക്കുക തന്നെ ചെയ്യും. ആയിഷോ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് പറഞ്ഞു. നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? തളർച്ച തോന്നുന്നുണ്ടോ? ഇല്ല, അയാം ഓക്കെ നോ. എന്നാൽ ഈ മെഡിസിൻ ഒന്ന് അയാൾക്ക് എടുത്തു കൊടുക്ക്. ഞാൻ എന്തെങ്കിലും ഫുഡ് വാങ്ങിയിട്ട് വരാം. പിന്നെ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുകയും വേണം. ഷാഹി അതും പറഞ്ഞ് മരുന്നുകൾ അവളെ ഏൽപ്പിച്ച് പുറത്തേക്ക് പോയി. ആയിഷ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഫാസിയുടെ റൂമിലേക്കും പോയി. അവൻ നല്ല മയക്കത്തിലായിരുന്നു. കൈമുഖത്തിന് മുകളിൽ വെച്ചിരുന്നതിനാൽ അവൾക്ക് അവൻ്റെ മുഖം കാണാൻ കഴിഞ്ഞില്ല. ആയിഷ അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ശബ്ദമുണ്ടാക്കാതെ വെള്ളവും മരുന്നും അവൻ്റെ അടുത്തുള്ള ടേബിളിൽ കൊണ്ടുവച്ചു. പുറത്തേക്ക് പോവാൻ വേണ്ടി ഡോറിനരികിലേക്ക് നടന്നുകൊണ്ടിരുന്ന ആയിഷുവിനോട് ഫാസി ചോദിച്ചു. ഞാൻ നേരത്തെ ആയിഷ തിരിഞ്ഞു നോക്കിയതും അവൾ പറഞ്ഞത് മുഴുമിപ്പിക്കാൻ കഴിയാതെ പകച്ചു നിന്നുപോയി. പക്ഷേ ഫാസിയുടെ മുഖത്ത് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. ആയിഷ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. എന്തിനാണ് റബ്ബെ എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പരീക്ഷിക്കുന്നേ? എല്ലാം മറന്നു തുടങ്ങിയതല്ലേ ഞാൻ? പിന്നെയും കാണുന്ന മുഖങ്ങളെല്ലാം അവനാണെന്ന് തോന്നിപ്പിക്കുന്നത് എന്തിനാണ് നീ? അത് ഫാസിയാണെന്ന് ആയിഷുവിന് തോന്നിയതാണെന്ന് കരുതി അവൾ സ്വയം പറഞ്ഞു. എന്തു പറ്റി ആയിഷു? എന്താ നിന്റെ മുഖത്തോട് മ്ലാനത? മുറിയിൽ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്ന ആയിഷുവിനോട് തിരിച്ചു വന്ന ഷാഹി ചോദിച്ചു. ഒന്നുമില്ല, പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ. എന്ത് പഴയ കാര്യങ്ങൾ? ഷാഹി സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ ഒന്നുമില്ല, ആയിഷ ഒരു വിധത്തിൽ പറഞ്ഞു. നീ അയാൾക്ക് മെഡിസിൻ കൊടുത്തോ? കൊടുത്തു, ആയിഷ ഒരു നിരാശയോടെ പറഞ്ഞു. എന്തു പറ്റി നിനക്ക്? ഞാൻ പോയപ്പോൾ കണ്ട ആളല്ലല്ലോ തിരിച്ചു വന്നപ്പോൾ? ഷാഹി വീണ്ടും ചോദിച്ചു. എനിക്കൊരു ക്ഷീണം പോലെ. റബ്ബേ, പ്രശ്നമായോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതെനിക്കെന്നല്ല, ആർക്കായാലും ശരീരത്തിൽ നിന്ന് കുറച്ച് രക്തം പോയാൽ അതിൻ്റെ ക്ഷീണം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ നീ റെസ്റ്റ് എടുക്ക്. ഞാൻ അയാൾക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. പിന്നെ എങ്ങനെയെങ്കിലും അവൻ്റെ വീട്ടുകാരെ അറിയിക്കാൻ നോക്കണം. അല്ലാതെ നമുക്കിവിടെ അയാളെ ഒറ്റയ്ക്കിട്ട് എങ്ങനെ പോകാൻ പറ്റും? അയാൾ എവിടെയുള്ളതാ? ഇവിടെ അടുത്ത് തന്നെയാ, പട്ടാറമ്പിൽ. പട്ടാറമ്പിലോ? ആയിഷ ഒരു നെട്ടലോടെ ചോദിച്ചു. അതെ. അയാളുടെ പേരെന്താ? പേര് ഫാസിൽ ഇബ്രാഹിം. ഇത് കേട്ട ആയിഷു ആകെ ഞെട്ടിത്തരിച്ചുപോയി. അവരുടെ മനസ്സിലൂടെ പലതും മാറി മറഞ്ഞുപോയി. ആയിഷുവിന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. ആയിഷു എന്താടി, എന്തു പറ്റി? അവളുടെ മുഖം കണ്ട് ഷാഹി ചോദിച്ചു. ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ, നിങ്ങൾ പോയി വരി. ആയിഷു കഷ്ടപ്പെട്ട് അത്രയും പറഞ്ഞൊപ്പിച്ചു. ഷാഹി ഫാസിയുടെ അടുത്തേക്ക് പോയി അവന് ഫുഡൊക്കെ എടുത്തു കൊടുത്തു. ആരാ നേരത്തെ വന്നത്? എൻ്റെ വൈഫാണ്. എന്തേ? ഒന്നുമില്ല, എന്തോ ഒരു പരിചയമുള്ളതുപോലെ തോന്നി, അതാ ചോദിച്ചേ. അങ്ങനെ. അവളിപ്പോൾ റെസ്റ്റിലാണ്. തനിക്ക് ബ്ലഡ് തന്നത് അവളാ, അതിൻ്റെയാ? എന്തായി? വീട്ടുകാരെ അറിയിക്കേണ്ടെന്ന തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് പോകണ്ടേ? എന്നെ നോക്കി ഇവിടെ ഇരിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പോയിക്കോളൂ, ഫാസി ഒരു പുച്ഛം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. മനസ്സിൽ അഹങ്കാരത്തിൻ്റെ ഒരു മരം തന്നെ ഉണ്ടല്ലേ. സാഹചര്യങ്ങൾ മനുഷ്യനെ അവൻ അറിയാതെ തന്നെ മാറ്റുമെന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ ഒരു അവസ്ഥയിൽ പെട്ടുപോയ ഒരു ഇരയാണ് ഞാൻ. താനിങ്ങനെ എല്ലാം നെഗറ്റീവായി പറയാതെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിലെന്തെങ്കിലും ഒരു പോസിറ്റീവ് പോയിന്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്ക്. പുറമെ നിന്ന് കളി കാണുന്നവർക്ക് അങ്ങനെ പലതും പറയാൻ കഴിയും. കളത്തിലിറങ്ങിയാലേ അതിൽ കുടുങ്ങിയവൻ്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. നീ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ ഓരോന്ന് പറയുന്നു എന്നല്ലാതെ എന്താ നിന്റെ പ്രശ്നം എന്ന് തുറന്നു പറയുന്നില്ലല്ലോ. ഷാഹി അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് പറയാത്തത്. കാര്യം ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ സംഭവം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമല്ലേ തീരുമാനിക്കണ്ടേ? ഞാൻ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹം നൽകി ഈ നെഞ്ചിൽ കൊണ്ടു നടന്നിരുന്ന ഒരുത്തി ഉണ്ടായിരുന്നു. അവൾ എന്നെ ഇട്ടിട്ട് പോയി. അത് തന്നെ പ്രശ്നം. പ്രേമനൈരാശ്യം. ഇതിനാണോ നീ മരിക്കാൻ പോയത്? നിങ്ങൾക്ക് പുച്ഛം തോന്നിയേക്കാം. അതെന്താണെന്നറിയോ? ആത്മാർത്ഥമായ ആരെയും സ്നേഹിക്കാത്തതുകൊണ്ടാ. അപ്പോൾ ഷാഹിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് ആയിഷുവിൻ്റെ മുഖമാണ്. അവൾ അവനെ വിട്ടിട്ട് പോയാലുള്ള അവസ്ഥ വെറുതെ എങ്കിലും ഷാഹി ചിന്തിച്ചു. ഫാസി പറഞ്ഞ കാര്യങ്ങളുടെ പ്രാധാന്യം അവന് ശരിക്കും ബോധ്യമായി. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ കെട്ടിയ പെണ്ണ് കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ എന്നെ ഇട്ടിട്ട് പോയതാണ്. എന്നിട്ട് ഞാൻ ജീവിതം ഉപേക്ഷിച്ച് നടക്കുകയാണോ? ഷാഹി അവനെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. അവളെന്നെ ഇട്ടിട്ട് പോയെന്നും പറഞ്ഞ് കരയാനൊന്നും നിന്നിട്ടില്ല ഞാൻ. ഒരു നിലയ്ക്ക് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഇറങ്ങിയതാണ്. മാസങ്ങളോളം ഉറങ്ങാതിരുന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരു വഴിയില്ലാതിരുന്നിട്ട് അവസാനം ലഹരിയെ കൂട്ടുപിടിക്കേണ്ടി വന്ന ഹതഭാഗ്യവാനാണ് ഞാൻ. ഫാസി ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. എന്ത് പറഞ്ഞാണോ നിന്നെ ഞാൻ ആശ്വസിപ്പിക്കുക? ഷാഹി നിസ്സഹായനായി പോയി. അവരുടെ സംസാരം ഒരുപാട് സമയം നീണ്ടു. ഷാഹിയും ഫാസിയും പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളെക്കാൾ ഉപരി സഹോദരങ്ങളെ പോലെയായി മാറിയിട്ടുണ്ടായിരുന്നു. ഫാസി അവൻ്റെ അവസ്ഥകളെല്ലാം ഷാഹിയോട് പറഞ്ഞു. പക്ഷേ അവൻ്റെ പ്രണയം അവൻ്റെ മാത്രം സ്വകാര്യതയാക്കി നിലനിർത്താനാണ് ഫാസിക്ക് അപ്പോൾ തോന്നിയത്. അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതലൊന്നും ഷാഹിയോട് അവൻ പറഞ്ഞിരുന്നില്ല.
എല്ലാവരും പറയും ആൺകുട്ടികൾ ഭയങ്കര സ്ട്രോങ് ആണ്, അവർക്കാണ് മനോധൈര്യം കൂടുതൽ എന്നൊക്കെ. പക്ഷെ വെറുതെയാ, പലപ്പോഴും അവരാണ് നിങ്ങളെക്കാൾ ദുർബലർ. ഷാഹി ആയിഷുവിന്റെ അരികിലിരുന്നു കൊണ്ട് പറഞ്ഞു. ആയിഷുവിന്റെ ഹൃദയം ശൂന്യമായിരുന്നു. അവൾ മറുപടി ഒന്നും പറയാതെ ഷാഹിയുടെ വാക്കുകൾക്ക് കാതോർത്തു. നീ എന്തൊന്നും പറയാത്തത്? ആൺകുട്ടികളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? ഏയ്, ഇഷ്ടപ്പെടായൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിശബ്ദയായിരിക്കുന്നേ? ഞാനിങ്ങനെ ഫിലോസഫിയൊക്കെ പറഞ്ഞിട്ട് ഇതെന്തിനാണെന്നെങ്കിലും ചോദിക്കേണ്ട നീ, എന്നാലല്ലേ എനിക്ക് പറയാനൊരിതുള്ളൂ ആയിഷോ. ഓഹോ, എന്നാ പറ, എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയാൻ? അവനില്ലേ ഫാസി, അവൻ എന്തിനാണെന്നറിയാൻ മരിക്കാൻ പോയത്? പ്രേമനൈരാശ്യം. സംഭവം കേൾക്കുമ്പോൾ നമുക്കൊക്കെ പരിഹസിക്കാൻ തോന്നും. പക്ഷെ ആ ഒരു അവസ്ഥയിലെത്തിയാലേ അത് എത്രത്തോളം നമ്മെ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്കും തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ആയിഷ ഒന്ന് ഇരുത്തിമൂളി. നിങ്ങൾക്ക് പെൺകുട്ടികൾക്ക് സുഖമല്ലേ? എന്താ സഹിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് പടച്ചവൻ സൃഷ്ടിപ്പിൽ തന്നെ തന്നിട്ടുണ്ടല്ലോ. ആ, അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയുണ്ടെന്ന് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. ആയിഷ ഒരു നിരാശയോടെ പറഞ്ഞു. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും സഹിക്കുന്നുണ്ടല്ലോ. എനിക്കൊന്നും നീ എന്നെ വിട്ടുപോയാലുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല, അറിയോ? ആ, ഞങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ കുറിച്ച് കൂടി ചിന്തിക്കും, അത്ര തന്നെ. അതെന്താ, ഞങ്ങൾ മറ്റുള്ളവരെ പറ്റിയൊന്നും ചിന്തിക്കില്ല എന്നാണോ? അങ്ങനെയല്ല. ഉദാഹരണത്തിന് ഒരു ഉമ്മയാണെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ എന്ന് മാത്രമല്ല കുറേ കാലത്തിനെങ്കിലും മക്കളെ വിട്ട് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. പക്ഷേ പൊതുവെ ഒരു ഉപ്പയാണെങ്കിൽ അങ്ങനെയല്ല. ഉടനെ തന്നെ അധിക പേർക്കും വേറൊരു ഇണയോട് പൊരുത്തപ്പെടാൻ കഴിയുന്നവർക്ക് കഴിയും, അല്ലാത്തവർക്ക് കഴിയുകയില്ല. എന്തിനേറെ പറയുന്നു, ഫാസിലിൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ, പാവം. എന്നാ ഇവിടുന്ന് പോകാൻ പറ്റുക? ആയിഷു പെട്ടെന്ന് വിഷയം മാറ്റി. അവന് നോർമലായി വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവൻ്റെ വീട്ടുകാരെ വിവരം അറിയിച്ച് നമുക്ക് പോവണം. ഉമ്മ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. എന്നാൽ വേഗം നോക്കിക്കോളൂ, എനിക്കിവിടെ കിടക്കാൻ വയ്യ. ആ, എന്നാ നീയും വാ, നീ അവനെ കണ്ടില്ലല്ലോ, അവനോട് യാത്ര പറഞ്ഞിറങ്ങാം നമുക്ക്. ഞാനില്ല, എനിക്കിപ്പോൾ ഒന്നിനും വയ്യ. ആയിഷു പതിയെ ഒഴിഞ്ഞു മാറി. എന്നാ വരണ്ട, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ഷാഹി അതും പറഞ്ഞ് ഫാസിയുടെ അടുത്തേക്ക് പോയി. ഫാസി, നീ ഉമ്മാക്ക് വിളിച്ച് ഫോൺ എൻ്റെ അടുത്തതാ. ഓ വേണ്ട, ഉമ്മ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വന്നോളാം, നിങ്ങൾ പോയിക്കോളൂ. ഏയ്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, അവർ വന്നിട്ടല്ലാതെ ഞങ്ങൾ പോകുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഷാഹി, എനിക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിച്ചില്ലേ, ഇത് മതി. നിന്റെ വൈഫ് കൂടിയുള്ളതല്ലേ? ആണോ, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഷാഹി കരുതലോട് ചോദിച്ചു. ഇല്ലടോ. എന്നാൽ ഞങ്ങൾ പോവാം, അവളും കുറച്ച് ടയേർഡാണ്. നീ നമ്പർ ഇതാ, വിവരങ്ങൾ ഞാൻ വിളിച്ച് അന്വേഷിക്കാം. വിവരങ്ങൾ അന്വേഷിക്കാനില്ലെങ്കിലും എനിക്ക് സങ്കടം വരുമ്പോൾ കൂട്ടിരിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നുണ്ട്. ഫാസി അതും പറഞ്ഞ് അവൻ്റെ നമ്പർ ഷാഹിക്ക് പറഞ്ഞു കൊടുത്തു. അവൻ അത് സേവ് ആക്കുകയും ചെയ്തു. അങ്ങനെ ഷാഹിയും ആയിഷയും അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. ആയിഷന്റെ മനസ്സിൽ മുഴുവൻ ഫാസി അവിടെ കണ്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ഷാഹി പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ ഓർത്തിട്ട് അവൾ ഉരുകി ഇല്ലാതാവുന്നത് പോലെ തോന്നി ആയിഷുവിന്. അന്നത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു. ആയിഷന് ഫാസിയുടെ വിവരങ്ങൾ അറിയാനിട്ട് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. അതെ, അയാൾക്ക് പിന്നെ വിളിച്ചു നോക്കിയിരുന്നോ? 2 ദിവസങ്ങൾക്ക് ശേഷം ആയിഷ ഷാഹിയോട് ചോദിച്ചു. ആ, ഞാൻ ഇന്ന് വിളിക്കാറുണ്ടല്ലോ, ഓഫീസിൽ പോകുന്ന വഴിക്കാണ് വിളിക്കാറ്, അതാണ് നീ കാണാത്തത്. എങ്ങനെയുണ്ട് ഇപ്പോൾ? ഓക്കെ ആയോ അവൻ? വീട്ടിലേക്ക് ഇന്നലെ തന്നെ പോയിട്ടുണ്ട്, ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും അവന് റെസ്റ്റിലാണ്. പിന്നെ അവനൊരു ജോബിൻ്റെ കാര്യം ചോദിച്ചിരുന്നു. കുറച്ച് പ്രശ്നങ്ങളെല്ലാം ആയിട്ട് ആദ്യം ഉണ്ടായിരുന്ന ജോലി നഷ്ടമായത്ര. എന്ത് പ്രശ്നങ്ങൾ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ആ പെണ്ണ് അവനെ ഇട്ടിട്ട് പോയതിനു ശേഷം ഫുൾ കള്ളവും കഞ്ചാവുമായിട്ട് നടക്കുകയായിരുന്നെന്ന്. നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുടായിരുന്നോ? ആയിഷ ഉള്ളിൽ വന്ന സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. ഈ ഒരവസ്ഥയിൽ അവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അത് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഷാഹി കയ്യിലിരുന്ന കോഫി കുടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും നിങ്ങൾ പതിയെ പറഞ്ഞു കൊടുത്താൽ, നിങ്ങൾ കാരണം ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ നല്ലതല്ലേ? ആ, നോക്കണം. പിന്നെ അവൻ്റെ ജോബിന് ഞാൻ ഓഫീസിലെ മാനേജറോട് സംസാരിച്ചിട്ടുണ്ട്. ആണോ? നല്ലത്. ഷാഹി അത് പറഞ്ഞപ്പോൾ ആയിഷന് പകുതി ആശ്വാസമായി. എന്നാ ഞാൻ ഇറങ്ങുകയാണ്, നീ ഇന്നുകൂടെ ലീവ് എടുക്ക്, നാളെ മുതൽ പോകാം കോളേജിലേക്ക്. ഷാഹി പറഞ്ഞത് ആയിഷയും സമ്മതിച്ചു. എങ്ങനെയെങ്കിലും ഫാസി ഒന്ന് റെഡിയായി എന്നറിഞ്ഞാൽ മതി എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ. വൈകുന്നേരം ഷാഹി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അവൻ കണ്ടത് കണ്ണാടിക്ക് മുമ്പിൽ മുടിച്ചേക്കിക്കൊണ്ടിരിക്കുന്ന ആയിഷുവിനെയാണ്. ഷാഹിക്ക് അവളെ പിറകിലൂടെ പോയി കെട്ടിപിടിച്ച് കവളിലൊരു ഉമ്മ കൊടുക്കാൻ തോന്നി. പക്ഷേ അവളുടെ റിയാക്ഷൻ ആലോചിച്ചപ്പോൾ അവൻ്റെ ആഗ്രഹം അവൻ ആ വാതിൽപ്പടിയിൽ തന്നെ ഉപേക്ഷിച്ചു. എന്തായി അയാളുടെ ജോലിക്കാര്യം? ഷാഹിയെ കണ്ടയുടനെ ആയിഷ ചോദിച്ചു. നിനക്ക് അയാളെ കുറിച്ച് അറിയാൻ വല്ലാത്ത തിടുക്കം കാണുന്നുണ്ടല്ലോ, എന്താണ് സംഭവം? ഏയ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ മൂപ്പരോട് സംസാരിച്ച് ഏകദേശം എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അവൻ റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഹി അങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ ആയിഷ ഒന്നും ചോദിക്കാൻ പോയില്ല. അങ്ങനെ ആയിഷ ആഗ്രഹിച്ചതുപോലെ തന്നെ ഷാഹി അവൻ്റെ കമ്പനിയിൽ ഫാസിക്കൊരു ജോബ് ശരിയാക്കി കൊടുത്തു. അവൾ കാരണം അവൻ്റെ ജീവിതം ഒന്നും അല്ലാതായി തീരരുതെന്ന് അവൾ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചിരുന്നു. ഫാസി 2 ആഴ്ചയ്ക്ക് ശേഷം ഓഫീസിൽ വരാനും തുടങ്ങി. ആയിഷു, ഇന്ന് ഫാസിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ.
അവർ ആരും വീട്ടിലില്ലല്ലോ. നീ നല്ല ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്ക്. ഒരു ദിവസം വൈകുന്നേരം ഷാഹി വിളിച്ചിട്ട് പറഞ്ഞു. അത് വേണ്ട എന്ന് ആയിഷ പറയാനൊരുങ്ങിയപ്പോഴേക്കും അവൻ ഫോൺ കട്ടാക്കിയിരുന്നു. പഠിച്ചോനെ, ഇന്ന് അവൻ എന്നെ ഇവിടെ കണ്ട എന്തായിരിക്കും സംഭവിക്കുക? ഇനി അവൻ കൂടുതൽ നാശത്തിലേക്ക് പോകുമോ? ആയിഷൻ്റെ ചിന്തകൾ ഓരോ വഴിയിൽ ഓടി നടന്നു. അവളെന്തായാലും ഫുഡ് ഉണ്ടാക്കാനായി ഒരുങ്ങി. അവളുടെ മനസ്സ് അവൾ പറഞ്ഞിടത്തൊന്നും നിൽക്കാത്തത് കൊണ്ട് സാധനങ്ങൾ അറിയുന്നതിനിടയിൽ ആയിഷൻ്റെ കൈയൊന്നു മുറിഞ്ഞു. രക്തം വാർന്നു പോകുന്നുണ്ടെങ്കിലും അത് അവളെ ഒട്ടും വേദനയാക്കില്ല. ആയിഷു, എന്താടി ഇത്? ഇവിടെയൊക്കെ ബ്ലഡ് ആണല്ലോ. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന് ഷാഹി ചോദിച്ചു. അപ്പോഴാണ് ആയിഷ അവളുടെ ചിന്തകളിൽ നിന്നും ഉണർന്ന് കൈ ശ്രദ്ധിച്ചത്. അത് പിന്നെ എന്തോ കട്ട് ചെയ്തപ്പോൾ അറിയാതെ മുറിഞ്ഞതാ. എന്നാൽ പിന്നെ എന്തിനാ ബാക്കി ഉണ്ടാക്കാൻ നിന്ന് എന്നോട് വിളിച്ചൊന്ന് പറഞ്ഞ പോലായിരുന്നോ? ഫുഡ് ഞാൻ വാങ്ങിക്കുമായിരുന്നല്ലോ. അത് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഴപ്പമൊന്നും ഇല്ലാഞ്ഞിട്ടാണല്ലോ ബ്ലഡ് ഇങ്ങനെ പോകുന്നേ. ഫാസിൽ? ഷാഹി ഹാളിലിരിക്കുന്ന ഫാസിയെ വിളിച്ചു. ആ, നീ ഇരിക്കുന്നതിൻ്റെ പുറകിലുള്ള ഷെൽഫിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്, അതൊന്ന് എടുത്തിട്ട് വരുമോ? അത് വേണ്ട, നിങ്ങൾ പോയി എടുത്തിട്ട് വന്നാൽ മതി. മിണ്ടാതിരുന്ന അവിടെ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. ഷാഹിയുടെ ശബ്ദം കുറച്ച് ഉച്ചത്തിലായിരുന്നതിനാൽ ആയിഷ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇതാ എന്തു പറ്റി? ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഷാഹിക്ക് നേരെ നീട്ടിക്കൊണ്ട് ഫാസി ചോദിച്ചു. ഒന്നും പറയണ്ട മോനെ, ഇത് എവിടെ ഒരുത്തി കുക്കിംഗ് എന്ന് പറഞ്ഞ് കൈമുറിച്ച് വെച്ചിരിക്കുന്നു. ഷാഹി പറയുന്നത് കേട്ട് ഫാസി അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം അവൻ അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാതെ ഒരിക്കൽ കൂടി അവളെ നോക്കി. ആയിഷ കണ്ണുകൾ ഉയർത്താതെ താത്തി തന്നെയിരുന്നു. ഫാസി അത് ഷാഹിക്ക് നൽകി അകത്തേക്ക് പോയി. നീ എന്താ ആയിഷ ഇങ്ങനെ വിയർക്കുന്നേ? മുറി അരിഞ്ഞിക്കുന്നുണ്ടോ? ഷാഹി അവളുടെ നെറ്റിയിലുള്ള വിയർപ്പ് തുളച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് ഇല്ല, അവൾ പതിയെ മറുപടി പറഞ്ഞു. പിന്നെ ആയിഷനെ അവിടെ ഇരുത്തി ഷാഹി തന്നെ ഫുഡെല്ലാം വിളമ്പി ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ആയിഷു, കഴിക്കാൻ വാ. റൂമിലിരിക്കുന്ന ആയിഷുവിനെ ഷാഹി വിളിച്ചു. ഞാൻ പിന്നെ കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചോളി. അവൻ കൂടെ ഉള്ളത് കൊണ്ട് ഷാഹി പിന്നെ അവളെ കൂടുതൽ നിർബന്ധിക്കാനും നിന്നില്ല. ആയിഷ ഫാസിയുടെ മുമ്പിൽ പെടാതെ പരമാവധി മാറി നിന്നു. അന്നത്തെ ദിവസം അങ്ങനെ പോയി. പിന്നെ ഒരിക്കൽ ആയിഷന്റെ ഫോണിലേക്ക് ഫാസിയുടെ ഫോണിൽ നിന്നും ഒരു കോൾ വന്നു. ആദ്യം അത് എടുക്കണോ വേണ്ടോ എന്ന് അവൾ ആലോചിച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ച് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ആയിഷ? ആ പറയേ. മനസ്സിലായോ? ഓ, ഇത്ര പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിച്ചില്ല. ഷാഹിയുടെ വൈഫാണ് നീ എന്ന് അന്ന് വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നേ. അന്ന് മുതൽ നിന്റെ നമ്പർ കിട്ടാൻ ശ്രമിക്കുകയായിരുന്നു. എന്തിന്? നീ പേടിക്കേണ്ട, നിന്റെ ജീവിതം തകർക്കാനൊന്നുമല്ല. അയ്യേ, അങ്ങനത്തെ പേടിയൊന്നുമില്ല എനിക്ക്. ആ, നീ എന്തോ എന്നെ ഭയന്ന് എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന പോലെ തോന്നി എനിക്ക്. അങ്ങനെയല്ല, ഞാൻ കാരണം നിന്റെ ലൈഫില്ലാതെയായോ എന്നോർത്തിട്ട്. അയ്യേ, നീ അങ്ങനെയൊക്കെയാണ് ഓർക്കുന്നേ. നീ കാരണമൊന്നുമല്ല. ഇത് ഞാൻ എന്നോട് തന്നെ വാശി തീർക്കുകയാണ്. കുറേ കാലം പൊട്ടനായതിന് എനിക്ക് തന്നെയുള്ള ശിക്ഷ. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഉള്ളത് പറഞ്ഞേ ഉള്ളൂ. പിന്നെ അന്നത്തെ വീഴ്ചയിൽ ശരീരം മുറിഞ്ഞെങ്കിലും മനസ്സിലെ മുറിവുകളെല്ലാം ഏറെക്കുറെ ഉറങ്ങിയിട്ടുണ്ട്. മരണം മുന്നിൽ കണ്ടപ്പോഴാണ് വീണ്ടും ജീവിക്കണമെന്ന് കൊതി തോന്നിയത്. പടച്ചവൻ തിരികെ തന്ന ഈ ജീവിതം നല്ല രീതിയിൽ തന്നെ ജീവിക്കാനാണ് തീരുമാനം. ആയിഷ കൂടുതലൊന്നും മറുപടി പറയാതെ എല്ലാം കേട്ടു നിന്നു. നീ ഭാഗ്യവതിയാണടി. ഷാഹിയെ പോലെ ഒരു ഭർത്താവിനെയല്ലേ നിനക്ക് കിട്ടിയത്. എന്തുകൊണ്ടും നിനക്ക് എന്നേക്കാൾ യോജിച്ചത് അവൻ തന്നെയാണ്. നിന്റെ കെട്ടിയവനാണ് അവൻ എന്നറിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവനെ കണ്ടിരുന്നതെങ്കിൽ കണ്ടവട അവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചേനെ. അങ്ങനെയുള്ള എന്തൊക്കെയോ പൊട്ട ചിന്തകളായിരുന്നു മനസ്സിൽ. പക്ഷേ അവൻ അടിപൊളിയാ. എനിക്ക് എത്രയെങ്കിലും തിരിച്ചറിവുണ്ടായത് അവൻ കാരണമാണ്. ആയിഷ അറിയാതെ തന്നെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. നീ എന്താ ഒന്നും പറയാത്തത്? ആയിഷ ഒന്നും മിണ്ടാതെ അവൻ പറയുന്നതെല്ലാം കേട്ടു നിൽക്കുന്നത് കൊണ്ട് ഫാസി ചോദിച്ചു. എനിക്കൊരു മറുപടിയും പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞില്ലേ, നീ ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. നിന്നോട് ഒരിക്കലും സംസാരിക്കാൻ ഇടവരരുതെന്ന ചിന്തയിൽ നടന്നിരുന്ന ഞാനാ. പക്ഷേ ഇതിപ്പോൾ നിന്നോടെല്ലാം സംസാരിച്ച് തീർക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്പറൊക്കെ സംഘടിപ്പിച്ച് ഞാൻ വിളിച്ചത്. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള ഒരു ചിന്തയും നിന്റെ മനസ്സിൽ വേണ്ട. ആ ആയിക്കോട്ടെ, നീ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എനിക്ക്. എങ്കിലും ഞാൻ കാരണം നീ ജീവിതം ഇല്ലാതാക്കില്ലെന്ന് സമാധാനിക്കുകയാണ് ഞാൻ. കുറേ നാളുകൊണ്ട് നടന്ന ഒരു ഭാരം ഇല്ലാതായതുപോലെയുണ്ട് ഇപ്പോൾ. ആയിഷ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അതൊക്കെ അത്രയേ ഉള്ളൂ. എന്നാൽ ശരി, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കാണാം. ഫാസി ഫോൺ കട്ടാക്കി. ആയിഷയുടെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. കൂടെ ഷാഹിയെ കാണാനുള്ള ആഗ്രഹം കൂടി. അവൾ വൈകുന്നേരം അവന് വേണ്ടി ഓരോ നിമിഷവും എണ്ണി കാത്തിരുന്നു. കോളിംഗ് ബെൽ മുഴങ്ങി. സാധാരണ ഷാഹി വന്നാൽ ഉമ്മയാണ് ഡോർ തുറന്നു കൊടുക്കാറുള്ളത്. ഇത്തവണ ആയിഷനെ കാത്തു നിൽക്കാൻ ക്ഷമയില്ലാത്തത് കൊണ്ട് അവൾ താഴേക്ക് ഓടിപ്പോയി. ഡോർ തുറന്ന് ഷാഹിയെ കണ്ടതും കെട്ടിപ്പിടിച്ച് അവൻ്റെ കവിളിലൊരു ഉമ്മ നൽകി. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ പെരുമാറ്റം കണ്ട് ഷാഹി ഞെട്ടിപ്പോയി. അവൻ പകച്ച് പണ്ടാറടങ്ങി അവിടെ തന്നെ നിന്നു. ഉമ്മ നൽകി തിരിച്ചു പോകാനൊരുങ്ങിയ ആയിഷനെ ഷാഹി കൈപിടിച്ച് അവൻ്റെ നെഞ്ചോട് ചോർത്തു. നമ്മളൊന്നും കാണുന്നില്ലേ? അതുവഴി പോയ സന കുരച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് രണ്ടുപേർക്കും പരിസരബോധം ഉണ്ടായത്. ആയിഷ വേഗം അവൻ്റെ അടുത്ത് നിന്നും മാറി നിന്നു. അവൾ ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. അവൻ അപ്പോഴും ആ മായാവലയത്തിൽ ആയിരുന്നു. അവന് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. എന്നാലും എന്തായിരിക്കും ഈ മാറ്റത്തിന് കാരണം? ഷാഹി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കുളിച്ച് ഫ്രഷായി വന്നു.
അവൻ ആയിഷ ഒന്ന് റൂമിലേക്ക് വരാനായി കൊതിച്ചിരുന്നു. പക്ഷെ അവൾക്ക് ചമ്മൽ കൊണ്ട് ആ വഴിയെ വന്നില്ല നമ്മുടെ ആയിഷു. അവസാനം ഷാഹി താഴേക്കിറങ്ങി. അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. ഷാഹി അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ആയിഷ അവനെ നോക്കാതെ ഒരു കള്ളച്ചിരിയോടെ ഭക്ഷണം വിളമ്പി. വരെയില്ലേ, നീ ഒഴിഞ്ഞു മാറൂ, അത് കഴിഞ്ഞ് എന്താ ചെയ്യാന്ന് നോക്കാലോ. അവളെ നോക്കിക്കൊണ്ട് ഷാഹി മനസ്സിലോർത്തു. അങ്ങനെ രാത്രിയായി. ആയിഷ പരമാവധി നേരം വൈകി തന്നെ റൂമിലേക്ക് പോയി. അവൾ ഡോർ തുറന്ന് നോക്കിയപ്പോൾ ഷാഹി ബെഡിൽ കിടന്ന് ഉറങ്ങുന്നതാണ് കണ്ടത്. ഹാവ്, ആശ്വാസമായി. ആയിഷ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ഡോർ അടച്ചു. ശബ്ദമുണ്ടാക്കാതെ പതിയെ പതിയെ നടന്നുകൊണ്ട് അവൾ ബെഡിൽ കയറി കിടന്നു. ലൈറ്റ് ഓഫ് ആക്കാനായി ഒരുങ്ങിയപ്പോഴാണ് ഷാഹി ഒരു കൈ തലയിലും ഒരു കൈ ബെഡിലുമായി അവളുടെ മുഖത്തിന് നേരെ മുഖം വെച്ചിരിക്കുന്നത് ആയിഷ കണ്ടത്. ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ചോ മോള്? ഷാഹി അവളുടെ ചെവിയിൽ പതുക്കെ ചോദിച്ചു. ആയിഷ ഒന്നും മിണ്ടാതെ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അതെ, ഇന്നെന്താ അപ്പോൾ പെട്ടെന്നൊരു ഉമ്മ തരാനൊക്കെ തോന്നിയേ? പെട്ടെന്നല്ല പിന്നെ, രാവിലെ മുതലേ തോന്നിയതാ. എന്നിട്ട് തന്നത് വൈകുന്നേരമല്ലേ, അപ്പം എങ്ങനെ പെട്ടെന്നാവും? ആയിഷ അതും പറഞ്ഞ് കണ്ണുകൾ പൊത്തി. ഓഹോ അങ്ങനെ. എന്നാലും അങ്ങനെ തോന്നാനുള്ള കാരണം പറയടോ. അതെന്നും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാ. എന്നാൽ എന്നും കിട്ടുമല്ലോ ഉമ്മ. അയ്യേടാ പറവണ്ണേ. എന്താണെന്നൊന്നും ചോദിക്കരുത്. എനിക്കിന്ന് ഭയങ്കര സന്തോഷം വന്നു, അത്ര തന്നെ. ഇതിലിപ്പോൾ എനിക്ക് ഉമ്മ തരാനുള്ളൊരു ഇത് എന്താണ്? ഞാൻ കാരണമാണ് സന്തോഷം ഉണ്ടായത്. ആ ആണെന്ന് കൂട്ടിക്കോളൂ. ആ കൂട്ടി. പിന്നെ ഉമ്മ മാത്രമേ ഉള്ളോ? പിന്നല്ലാതെ. അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് മാറി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ആയിഷ ചോദിച്ചു. അതെ, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 1/2 വർഷമായി, ഷാഹി സങ്കടഭാവത്തോടെ പറഞ്ഞു. അതിനോ? എനിക്ക് ഇനിയും കന്യകനായി തുടരാൻ പറ്റില്ല. ഷാഹി അതും പറഞ്ഞ ആയിഷുവിനെ ഇറുകെ പുണർന്നു. ആദ്യം അവൾ കുതിര മാറിയെങ്കിലും പിന്നെ അവളും അവനോട് ചേർന്നു. എന്നിട്ടൊന്നുമില്ല. നേരം വെളുത്തു. ഫോണിലെ അലാറം നിർത്താതെ അടിക്കുന്നത് കേട്ട് ആയിഷ ഉറക്ക ചടവോടെ ഫോണെടുത്ത് അലാറം ഓഫാക്കി. വീണ്ടും തിരികെ ഷാഹിയുടെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞു. അപ്പോഴേക്കും ഷാഹിയും ഉണർന്നിരുന്നു. അവൻ്റെ നെഞ്ചിൽ കിടക്കുന്ന ആയിഷുവിൻ്റെ മുഖം ഷാഹി പതുക്കെ ഉയർത്തി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. രണ്ടുപേരുടെയും ചുണ്ടിൽ ചിരി വിടർന്നു. ആയിഷ മുഖം പൊത്തി അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി അമർന്നു കിടന്നു. ആ നിമിഷം തീർന്നു പോരുതേ എന്ന് രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നു. അവസാനിച്ചു.